മലയാള സീരിയൽ രംഗത്ത് സഹനടി റോഡുകളിൽ കുറച്ചധികം വർഷങ്ങളായി തിളങ്ങി നിൽക്കുന്ന നടിയാണ് യമുന റാണി. നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചന്ദനമഴ സീരിയലിലെ കഥാപാത്രത്തിനാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്. ബിഗ് ബോസിലും ഭാഗമായിട്ടുള്ള യമുന 2 വർഷം മുമ്പാണ് വീണ്ടും വിവാഹിതയായത്. ആദ്യ വിവാഹം തകർന്ന ശേഷം 2 പെൺമക്കളുമായി ഏറെക്കാലം ഒറ്റയ്ക്കായിരുന്നു യമുന ജീവിച്ചിരുന്നത്. ശേഷമാണ് ദേവൻ യമുനയുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ യമുന പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. ഇപ്പോഴത്തെ കൈരളി ടിവിയിൽ സെലിബ്രിറ്റി കിച്ചൺ മാജിക് ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ യമുന വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും തനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒരു ചെറിയ നിക്ഷേപം എല്ലാവരും കരുതണമെന്ന് യമുന പറയുന്നു. തൻ്റെ മരണം ആഘോഷിക്കാൻ കാത്തിരുന്ന കുറേ പേരുണ്ടെന്ന് യമുന പറയുന്നു. പണ്ടത്തെ പോലെയല്ല ഇന്ന്. ജോലിക്ക് ഒരുപാട് പൈസ പ്രതിഫലമായി കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ പണ്ട് അഭിനയിച്ചിരുന്ന സമയത്ത് എനിക്ക് പ്രതിഫലമായി കിട്ടിയത് 500 രൂപയാണ്. ഞാൻ അന്ന് അഭിനയിച്ചു തുടങ്ങിയ സമയമായിരുന്നു. ഇപ്പോൾ വരുന്ന ആളുകൾക്ക് എന്തായാലും അതിനേക്കാൾ നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട്. ഫാമിലിക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയോ പണം മുടക്കിയാലും നമുക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു അക്കൗണ്ട് തുറന്ന് 1 രൂപയെങ്കിലും മാറ്റിവെക്കണം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണത്. എല്ലാവരും അത് തീർച്ചയായും ചെയ്യണം. അതുകൊണ്ട് തന്നെ എൻ്റെ 2 മക്കൾക്കും ഞാൻ ഒരു അക്കൗണ്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് അക്കൗണ്ടുണ്ട്. കാരണം അഭിനയിച്ച് കിട്ടുന്ന കാശ് അതിലേക്കാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്കത് പറഞ്ഞ് ഒരു തുക മാറ്റിവെക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവസാന സമയത്ത് നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം. എനിക്ക് 50 വയസ്സായി. മക്കളെ ഇവിടെ വരെ എത്തിക്കാൻ പറ്റി. അവരെ ഇവിടെ വരെ എങ്കിലും എത്തിക്കാൻ പറ്റിയില്ല എന്ന് ഓർത്ത് ആശ്വസിക്കുന്നു. എൻ്റെ മരണം ആഘോഷിക്കാൻ കാത്തിരുന്ന കുറേ പേരുണ്ട്. എൻ്റെ മരണം ചിലർ ഫോണിൽ കൂടി വിളിച്ച് മറ്റു വ്യക്തിയോട് പറയുന്നത് ഞാൻ കേട്ടു. അതൊക്കെ താണ്ടി വരണമെന്ന് എൻ്റെ തലവിധിയായിരിക്കും. അതെല്ലാം കടന്നു വന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളെ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ലയോ എന്ന്. യങ് ജനറേഷനോട് പറയാനുള്ളത് ഇതാണ്. സമ്പാദ്യം ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് വരും. എന്നിരുന്നാലും കൂടെ നിൽക്കുന്നവർ എന്നും നമുക്കൊപ്പം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി 1 രൂപയെങ്കിലും എവിടെയെങ്കിലും മാറ്റിയിട്ടേക്കണം. സ്വന്തം പേരിൽ ഒരു വീട് വേണമെന്ന ആഗ്രഹം എനിക്കുണ്ട്. അത് എൻ്റെ വലിയ ആഗ്രഹമാണ്. സ്വന്തം അധ്വാനത്തിൽ നിന്ന് മുടക്കി പലതും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാം ഒന്നുമില്ലാതെ എനിക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്നു. അതുകൊണ്ടാണ് സ്വന്തം പേരിൽ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹം വന്നത്. വയസ്സാം കാലത്ത് ആരും എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുവെന്ന് എന്നോട് പറയരുത്. വാക്കിനി എൻ്റെ ലൈഫിൽ കേൾക്കാൻ ഇടവരത്തില്ല. അതുകൊണ്ട് ഒരു മുറിയെങ്കിലും എവിടെയെങ്കിലും എനിക്കായി പണി കഴിപ്പിച്ചിടണമെന്ന വലിയ ആഗ്രഹമുണ്ട്. മക്കളുണ്ടെങ്കിലും നാളെ അവർ എന്തായിരിക്കും പറയുകയെന്ന് അറിയില്ലെന്നും യമുന പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.